ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിന് പ്രിയരുമായ ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനം വായിച്ച് ധ്യാനിച്ച് കർത്താവിനോട് ചോദിച്ച് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവവചന കേൾവിക്കൊരുങ്ങുന്ന നിങ്ങൾക്ക് സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ, നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് ആരാധനയും മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 38 അധ്യായം 12 വാക്യമാണ്. യെശയ്യാ പ്രവചനം 38 അധ്യായം 12 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. എൻ്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു എന്നതാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ പരിഭാഷ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടി വയ്ക്കുന്നു. ഒരു നെയ്ത്തുകാരൻ തുണി ചുരുട്ടുന്നത് പോലെ എൻ്റെ ജീവിതത്തെ ചുരുട്ടി വയ്ക്കുന്നു. ഹിസ്കിയാ രാജാവാണ് ഈ വാക്ക് പറയുന്നത്. ഇസ്രായേലിൻ്റെ രാജാക്കന്മാരിൽ നല്ലൊരു രാജാവായിരുന്നു ഹിസ്കിയാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹം മരിക്കത്തക്ക ദീനം പിടിപെട്ട ഒരു വല്ലാത്ത സന്ദർഭം. ആ സമയത്ത് അദ്ദേഹം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു വലിയ ആശങ്ക തന്നെ ഉണ്ടായി. താൻ മരിക്കുമെന്ന സ്വർഗത്തിൽ നിന്ന് ആലോചനയുണ്ടായി. എന്നാൽ തൻ്റെ പ്രാർത്ഥന കൊണ്ട് മരണത്തിൽ നിന്ന് താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ സംഭവം യെശയ്യാ 38 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. താൻ ദീനമായി കിടക്കുന്ന അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിനകത്ത് യെശയ്യാവ് എഴുതി ചേർത്തിട്ടുണ്ട്. ഏതൊരു ശക്തനാണെങ്കിലും, എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ അധികാരം കയ്യിലുണ്ടെങ്കിലും, എത്ര രൂപ നമുക്ക് ഭണ്ഡാരത്തിലോ കയ്യിലോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ജീവിതത്തിൻ്റെ മുമ്പിൽ വഴിമുട്ടുമ്പോൾ നാം വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ചിന്തിക്കുന്ന പല പല വിഷയങ്ങളുണ്ട്, പറയുന്ന കാര്യങ്ങളുണ്ട്, നാം എത്തിച്ചേരുന്ന ചില പോയിൻ്റുകളുണ്ട്. അതാരാണെങ്കിലും, മനുഷ്യനാണോ, അവർക്കെല്ലാം ഈ ഫീലിംഗ് ഉണ്ടാവും. ഒരുപക്ഷെ ഇന്ന് ഈ ഭാഗം ദൈവമാണ് എൻ്റെ കയ്യിൽ തിരഞ്ഞെടുത്ത് തന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ. ഞാനിതൊരു പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ എനിക്ക് ലഭിക്കുന്ന പ്രകാശനത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മരിക്കത്തക്ക ദീനം പിടിപെട്ട് കിടക്കുന്ന ആളുകളൊന്നും ആയിരിക്കുകയില്ല. പക്ഷെ വഴിമുട്ടുക എന്ന് പറയുന്നത് രോഗം കൊണ്ടും ദീനം കൊണ്ടും മാത്രമല്ലല്ലോ. എത്ര തുഴഞ്ഞാലും അക്കരെ എത്താത്തൊരു തുഴക്കാരനെ പോലെ, എത്ര പറന്നാലും എങ്ങും ചെന്നിരിക്കാൻ പറ്റാത്തൊരു പക്ഷിയെപ്പോലെ, എന്തൊക്കെ ചെയ്തിട്ടും കര പറ്റാത്ത സ്ഥിതിയിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും. ജോലി ചെയ്യാത്ത കൊണ്ടല്ല, പ്രാർത്ഥിക്കാത്ത കൊണ്ടല്ല, ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടല്ല, ശ്രദ്ധിച്ച് ജീവിക്കാത്തത് കൊണ്ടുമല്ല. ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടോ പ്രയോജനപ്പെടാത്ത നിലവാരത്തിൽ അസ്വസ്ഥരായി, ഇനി മുമ്പിലേക്ക് ഒരു കാൽച്ചുവടെടുത്ത് വയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്നറിയാത്ത ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഈ രാജാവ് പറഞ്ഞതുപോലെയൊക്കെ നമ്മളും പറയും. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ഭയങ്കര സ്ട്രഗിള്, അതിനിടയിൽ വിചാരിച്ച പല കാര്യങ്ങൾ, പറഞ്ഞു പോയ ചില സംഭവങ്ങൾ, അതിലൊരു കൊച്ചേട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. അതിപ്രകാരമാണ്: നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ ചുരുട്ടി വയ്ക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ചുരുട്ടി കൂട്ടി വെച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. ഏത് കാരണം ചൊല്ലിയും നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ചുരുട്ടിയാൽ ഏറ്റവും ഭയാനകമായിരിക്കുന്നൊരു പ്രശ്നം അവിടെയാണ്.
ലോകക്കാരെല്ലാവരും കൂടി ചവിട്ടി കൂട്ടി എന്നൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്. പാ തെറുക്കുന്നത് പോലെ നമ്മൾ തെറുത്തു കൂട്ടി മൂലയെ ചുരുട്ടി വയ്ക്കാൻ പലരും നമ്മുടെ വീട്ടിൽ തന്നെ കാണും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയ രോഗം നല്ല പ്രായത്തിൽ ഇനിയും ജോലി ചെയ്യാൻ ഒരു 10-20 വർഷം കൂടി ബാക്കി കിടക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത നിലവാരത്തിൽ പ്രയാസങ്ങൾ നമ്മളെ ചുരുട്ടുന്ന അവസ്ഥ നമുക്ക് തോന്നും. കൈകാലുകൾ ചിലപ്പോൾ മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക് നീണ്ടു വരാത്ത ഒരു കാൽപാദം അല്ലെങ്കിൽ ഒരു കാൽപ്പത്തി എടുത്ത് അടച്ചു ചുവടിലേക്ക് തലച്ചോറ് പറയുന്നതിനനുസരിച്ച് എടുത്തു വയ്ക്കാൻ പറ്റാത്ത ബലഹീനതയൊക്കെ കാണും. അന്നേരം ഒരുപക്ഷെ പറയുന്ന എനിക്ക് പറയാം, അനുഭവിക്കുന്നവർക്കല്ലേ വേദന എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ഏതൊരു കാരണം ചൊല്ലിയും നമ്മുടെ ജീവിതം നാം ചുരുട്ടി വയ്ക്കരുത്. അതിനെന്താ ഒരു വഴി? ഈ ലോകത്തിൽ ബലഹീനരായിപ്പോയ ഒത്തിരി പേർ ചുരുളാൻ മനസ്സില്ലാത്തവരുണ്ട്. ചുരുളുക എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കുമല്ലോ അല്ലേ? ഒതുങ്ങാൻ, ഒരു മൂലയിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ, സംഭവിച്ച കാര്യങ്ങളെ അപലപിച്ചുകൊണ്ട് തലേ കൈവച്ച് തന്നെത്താൻ ശപിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് നിരാശപ്പെട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിക്കിടക്കാൻ മനസ്സില്ലാത്തവർ ഈ ലോകത്തിലുണ്ട്. വീൽ ചെയറിലായി പോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജന്മന അരയ്ക്ക് കീഴേക്ക് ചലനമറ്റു പോയവരെ കണ്ടിട്ടുണ്ട്. സംസാരശേഷിയില്ലാത്തവരെ കണ്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. 2 കണ്ണിനും കാഴ്ചയില്ലാതായി പോയവരുണ്ട്. അതിലും അപ്പുറം ശരീരത്തിൽ 2 കരങ്ങളും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൈകളും ഇല്ലാത്ത ചിലരെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഈ വാക്യം വായിച്ച് കുറേ നേരം ചിന്തിച്ചിരിക്കുമ്പോൾ, ധ്യാനിച്ചിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില ആളുകളെയും ചില ചിത്രങ്ങളെയും ചിലരെയും എൻ്റെ മനസ്സിലേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുവന്നു. 2 കരങ്ങളില്ലാത്തവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയവർ, അപകടത്തിൽ ഒരു കൈ മുറിഞ്ഞു പോയവർ, മറ്റു പല സംഭവങ്ങൾ സംഭവിച്ചവർ, ജന്മസിദ്ധമായ ചില വൈകല്യങ്ങൾ നേരിട്ടവർ, അപകടത്തിൽ മറ്റു ചില വിധത്തിൽ ഒക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടവർ. പക്ഷെ അവരിൽ ചിലരൊക്കെ ചുരുണ്ടുപോയി, തന്നെത്താൻ ഒതുങ്ങി. ചിലരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം, അവരവരെ തന്നെ ചുരുട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർ തയ്യാറായി. നമ്മൾ നമ്മെ തന്നെ തന്നെത്താൻ ചുരുട്ടിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയാൽ ചെയ്താലും ശരിയാവില്ല. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? പറയാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ വല്ലാത്തൊരു കണ്ണുകൊണ്ട് കാണരുത്. ദൈവസന്നിധിയിൽ 2 വാക്കുകൾ ബൈബിളിലുണ്ട്: നിവർത്തുക, ചുരുട്ടുക. ഞാനതിൻ്റെ റെഫറൻസ് എല്ലാം കൂടി കൊണ്ടുവന്നൊരു 5 പോയിൻറ്റിൻ്റെ പ്രസംഗമാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ദൈവം നിവർത്തിയ മനുഷ്യരുണ്ട്. പ്രാർത്ഥന കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ഒക്കെ നിവർത്തിയ ആളുകളുണ്ട്. നിങ്ങൾ ചുരുണ്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പഴയ പാട്ടയും പഴയ തകരമൊക്കെ ചുരുട്ടിയതുപോലെ ആകെപ്പാടെ ചവിട്ടി കുഴച്ചും തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളാദ്യം നിങ്ങളെ തന്നെ ചുരുട്ടിയിരിക്കുന്ന ആ വലിയ ഭാരത്തിൽ നിന്നൊന്ന് നിവർത്തണം. നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ രാജാവ് തന്നെത്താൻ ചുരുട്ടി. ദൈവകൃപയാൽ യെശയ്യാ പ്രവാചകൻ അന്ന് അദ്ദേഹത്തോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു എന്നെനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റി. യെശയ്യാവുമായിട്ടുള്ള പ്രാർത്ഥനാ മനുഷ്യനായ പ്രവാചകനായ യെശയ്യാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്കം ചില ദിവസങ്ങൾ അദ്ദേഹത്തെ ചുരുട്ടി വെച്ചു, സത്യമാണ്. പക്ഷെ എല്ലാ കാലവും ചുരുട്ടി കൂട്ടി ഒരു പഴുന്തുണി ചൂടി അടുക്കളയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ എന്താ പറയുക, അടുപ്പും പാതകമൊക്കെ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കിലെ തുണി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെ ചുരുട്ടിക്കൂട്ടി അതൊരിക്കലും നീണ്ടു നിവർന്ന് കിടക്കാറില്ല. ഏതെങ്കിലും മൂലയിൽ ചുരുട്ടിക്കൂട്ടിയിട്ടേക്കും. ആ സ്ഥിതിയിൽ കിടന്നാൽ ഒരിക്കലും ദൈവപ്രസാദം പോലും ലഭിക്കുകയില്ല. പ്രാർത്ഥിക്കുക. യെശയ്യാവിനെ പോലെ
യെശയ്യാവിന് എന്താണെങ്കിലും ഈ കാലഘട്ടത്തിൽ കിട്ടില്ലല്ലോ. അത്രയൊന്നും വരില്ലെങ്കിലും ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും. അവരുമായിട്ടൊക്കെ കൂട്ടായ്മ ആചരിക്കുക. ദൈവവചനം നിരന്തരമായി കേൾക്ക്. ചുരുളത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ചുരുളത്തില്ല, നിവരത്തേ ഉള്ളൂ. പള്ളിയിൽ പോകുന്നവൻ, അഥവാ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നവൻ, വേദപുസ്തകം വായിക്കുന്നവൻ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, അത് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നിവർന്നില്ല എന്നൊന്നും പരാതി പറയരുത്. തുടർമാനമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെ ആരെങ്കിലുമൊക്കെ ചേർന്ന് നിന്നങ്ങ് ചുരുട്ടിക്കാണും. നന്നായിട്ട് ചവിട്ടിക്കൂട്ടി ചുരുട്ടിക്കാണും. ഇനി നീ ഒരിക്കലും നിവരരുതെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ അങ്ങ് ചളുക്കി കാണും. ആരൊക്കെ ചവിട്ടിക്കൂട്ടിയാലും തന്നെത്താൻ ചുരുട്ടിയില്ലെങ്കിൽ നമ്മൾ ചുരുളിയല്ല. ഒരു സ്പ്രിങ് നിവർന്നു വരും പോലെ നിവർന്നു വരും. പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ഹിസ്കിയാ രാജാവ് ചില ദിവസത്തേക്ക്, എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയില്ല, നിരാശയുടെയും ഭാരത്തിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെ നടുവിൽ തുണി ചുരുട്ടുന്നത് പോലെ തന്നെത്താൻ ചുരുട്ടി. പക്ഷേ ഈ അധ്യായം നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്, ചുവരിലേക്ക് തിരിഞ്ഞു കിടന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചുരുണ്ടുപോയ മനുഷ്യനെ ദൈവം തമ്പുരാൻ പ്രവാചകനെ പറഞ്ഞയച്ച് നിവർത്തി. തന്നെത്താൻ ചുരുട്ടരുത്. ജീവിതം, കുടുംബം, കുഞ്ഞുങ്ങൾ, നല്ല വാക്ക് പറഞ്ഞ് നിങ്ങളെ തന്നെ നിവർത്തണം. മോശമായ വാക്ക് പറഞ്ഞ് തന്നെത്താൻ ശപിച്ച് നിങ്ങൾ ചുരുണ്ട് പോകരുത്. ഉള്ളിലേക്ക് ഒതുങ്ങരുത്. നിവർന്ന് വാ. സ്തോത്രം പറഞ്ഞ് നിവർന്നു വാ. പ്രാർത്ഥിച്ച് ആത്മാവിൽ പാടി നിങ്ങളെ തന്നെ നിവർത്തിക്കൊണ്ടു വാ. ദൈവം നിങ്ങളിൽ പുതിയ ക്രിയകൾ ചെയ്യും. ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നൊരു തുണിയിൽ എംബ്രോയിഡറി നടക്കത്തില്ലല്ലോ. എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവർക്കും ചെയ്തിട്ടുള്ളവർക്കറിയാം. അത് നന്നായിട്ട് വലിച്ച് ശരിക്കും നിന്നെങ്കിലേ അതിൽ തുന്നലുകൾ നടക്കുകയുള്ളൂ. നിങ്ങൾ ചുരുട്ടാതിരിക്കുക, ചുരുണ്ടു പോകാതിരിക്കുക. നിങ്ങൾ ശരിക്കും നിവർന്ന് നിൽക്കുക. നിങ്ങളിൽ ചില പണികൾ ദൈവം ചെയ്യും. ഈ വാക്കുകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം. തന്നെത്താൻ ചുരുട്ടരുതേ എന്നുള്ള അപേക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവമേ, ഈ വാക്യത്തിനകത്ത് ഞങ്ങൾ കണ്ടു, ഈ രാജാവ് പറയുന്നു, തുണി ചുരുട്ടുന്നത് പോലെ ഞാൻ എന്നെ തന്നെ ചുരുട്ടിയെന്ന്. നാഥാ, ആരൊക്കെ ചുരുട്ടാൻ നോക്കിയാലും തന്നെത്താൻ ചുരുട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ ചുരുങ്ങത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇത് കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. ആരെങ്കിലും ജീവിതത്തിൽ ചുരുണ്ടുപോയെങ്കിൽ അവർ നിവർന്നു വരട്ടെ. ദൈവാശ്രയത്തിൽ നിവർന്നു വരട്ടെ. അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.